ചാമക്കാല ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ സംയുക്ത പണിമുടക്ക് ഹർത്താൽ നടന്നു. അതിന് ലത്തീൻ സഭയും ധീവരസഭയും അടക്കം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങളുടെയും സമ്പൂർണ്ണമായ പിന്തുണയും ഉണ്ടായിരുന്നു. സമ്പൂർണ്ണമായ ഐക്യം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടായിരുന്നു. നിയമസഭയിൽ ഈ വിഷയം വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരുമിച്ച് നീങ്ങാം എന്ന് പ്രതിപക്ഷത്തോട് പറഞ്ഞു. വി ഡി സതീശൻ അത് ആ നിലയ്ക്ക് തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സംയുക്ത പ്രമേയം മുമ്പ് മുല്ലപ്പെരിയാർ അടക്കമുള്ള വിഷയങ്ങളിൽ കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. സമാനമായ വിധത്തിലുള്ളൊരു പ്രമേയം ഉണ്ടാവുക എന്നുള്ളത് ദേശീയ ശ്രദ്ധ കിട്ടാൻ ഉപകരിക്കും. പിന്നെ സമരം പ്രത്യേകം നടത്തുന്നതിനേക്കാൾ നല്ലത് ഒരുമിച്ച് നടത്തുന്നതല്ലേ? അതൊക്കെ വരട്ടെ. സമരം എന്തായാലും സമരം നടന്നാൽ മതിയല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ താങ്കൾ അത് പറഞ്ഞു പോകുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും കൂട്ടായി സമരം നടന്നിരിക്കുന്നു. നല്ല കാര്യം. കേരളത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ഒരു സമരമാണ്. തീർച്ചയായിട്ടും ഒന്നിച്ച് നിൽക്കാൻ തന്നെ വേണം. ചാൾസ് ജോർജ് പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിക്കുന്നു. പക്ഷേ ഞാൻ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ സർക്കാർ, ഞാൻ ആരോടാണ് പറയേണ്ടത്? ഞാനൊരു പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന, നമ്മുടെ സംസ്ഥാനത്തെ തീരദേശത്തെ ബാധിക്കുന്ന, നമ്മുടെ കൊല്ലം ബാങ്കിനെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി തീരുമാനമെടുക്കേണ്ട, നടപടി സ്വീകരിക്കേണ്ട, എതിർപ്പുകൾ രേഖപ്പെടുത്തേണ്ട സംവിധാനം സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റേതാണ്. ആ സർക്കാർ സമയബന്ധിതമായി അത് ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഞാനും CPM-ൻ്റെ പ്രതിയും ഒക്കെ ഒരുപോലെയാണ് എന്ന് മാത്രം ശ്രീ ചാൾസ് പീറ്റർ പറയരുത്. ഞാൻ പറഞ്ഞത് ഈ സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഈ പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ്, ചുമതലയാണ്. അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. അതിന് ഞാൻ ഉദാഹരണമായി തമിഴ്നാട്ടിലെ രണ്ട് ഇൻസിഡൻസ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഒന്ന് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള മധുരയിൽ നടന്നിട്ടുള്ള ഒരു ഖനനവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് കപ്പൽചാലിൻ്റെ പാതയുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിൻ്റെ രണ്ട് പ്രശ്നത്തിലും തമിഴ്നാടിൻ്റെ സമരവും തമിഴ്നാട് അക്കാര്യത്തിൽ വിജയിച്ചതും. ഇവിടെ ഈ രണ്ട് കാര്യത്തിൽ ഒന്നിൽ വിജയിക്കാൻ കഴിയാതെ പോയി, രണ്ടാമത്തേത് ഇപ്പോൾ നമ്മുടെ പടിവാദത്തിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. പിന്നെ നന്നായി സംസാരിച്ചു ശ്രീ TJ ആഞ്ചലോസ്, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ രാഷ്ട്രീയം ഒന്നും പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വ്യവസായ മന്ത്രി പറഞ്ഞു, ഇത് ബില്ലിൻ്റെ അമെൻമെൻറ്റ് വന്നപ്പോൾ അതിനകത്ത് അന്നത്തെ MP-മാരും ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സർ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം. ഈ ബില്ല് പാർലമെൻറ്റിൽ പൈലറ്റ് ചെയ്തപ്പോൾ, ഈ ബില്ല് പാർലമെൻറ്റിലെ അമെൻമെൻറ്റ് വന്നപ്പോൾ, അന്ന് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് സ്തംഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ചർച്ചയും കൂടാതെയാണ് ഈ ബില്ല് പാസ്സാക്കിയത് എന്ന കാര്യം താങ്കൾ മറക്കരുത്. മാത്രമല്ല, ആ സമയത്ത് തീരദേശ മേഖല മാത്രമുള്ള താങ്കളുടെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽപ്പെട്ട ശ്രീ AM ആരിഫ് ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരു ഇത് നടത്തിയതായിട്ട് താങ്കൾക്കറിയാമോ? ഇതുമായി ബന്ധപ്പെട്ട് ഇതിലുള്ള പ്രതിഷേധവും ഇതിനുള്ള വിയോജനക്കുറിപ്പും കൃത്യമായി ശ്രീ NK പ്രേമചന്ദ്രൻ MP ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് ചർച്ചയ്ക്ക് വരികയോ അത് അഡോപ്റ്റ് ചെയ്യുകയോ ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞതുപോലെ സമരവുമായി ബന്ധപ്പെട്ടാണ്. AM ആരിഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയുടെ ബോർഡർ മുതൽ കരുനാഗപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പ്രദേശമല്ലേ? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തിയത് താങ്കൾക്കറിയാമോ? അപ്പോൾ താങ്കളും പറയാതെ രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. ഞാനത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു തരത്തിലുള്ള പഠനവും നടത്തിയിട്ടില്ല. ഇവിടെ സാമൂഹിക പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച്, ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് പഠിച്ചിട്ടില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, ഈ മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെ സംബന്ധിച്ചും അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്രൈസിസിനെ സംബന്ധിച്ച് ഒരക്ഷരം പോലും പഠനം വിധേയമാക്കിയിട്ടില്ല. ഈ വസ്തുതകളൊന്നും ചെയ്യാതെ ഈ സംസ്ഥാനത്ത് ഇത്തരത്തിൽ, അതും ആദ്യം തന്നെ കൊല്ലം ഉൾപ്പെടെയുള്ള, കൊല്ലം ബാങ്ക് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ആ പ്രദേശം, കൊല്ലം പരപ്പ് ഉൾപ്പെടുന്ന പ്രദേശം കൃത്യമായും ഈ ഖനനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള വ്യവസ്ഥകൾ എങ്ങനെ സ്വകാര്യ മേഖലയ്ക്ക് ഗുണപ്രദമാകും എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ കരിമണൽ ഖനനം ഉൾപ്പെടെ, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, IREയുടെയും KMMLയുടെയൊക്കെ ചരമഗീതം എഴുതിക്കൊണ്ട് അദാനിമാരുടെ കമ്പനികൾ കടന്നു വരുന്ന രീതിയിലേക്ക്. അദാനി അതുകൊണ്ടാണ് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, കാരണം ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി പോലും തീരുമാനിക്കുന്നത് അദാനിമാരാണല്ലോ. ആ അദാനി മുൻകൂട്ടി കണ്ടുകൊണ്ട് 2-3 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, സബ്സിഡറി യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഈ മേഖലയിലേക്ക് കൂടുതൽ ചുവടുവയ്പ്പുകൾ നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് എയർപോർട്ട് അദ്ദേഹത്തിൻ്റെയാണ്, പോർട്ട് അദ്ദേഹത്തിൻ്റെതാണ്. ഇനി എന്താ അദ്ദേഹത്തിന് ഇല്ലാത്തത്? ഇനി ഏറ്റവും അവസാനം കടൽ കൂടി അദ്ദേഹത്തിന് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പാരിസ്ഥിതിക ആഘാതത്തെ സംബന്ധിച്ചൊക്കെ വളരെ ആശങ്കകൾ ഉണ്ടാക്കുന്ന, ഈ പറഞ്ഞതുപോലെ കടൽ കയറ്റത്തെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ആശങ്കകൾ. മാത്രമല്ല, ഇതിനുശേഷം ഇത്തരം ഖനനം നടത്തിയതിന് ശേഷമുള്ള ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഡിസ്പോസലിനെ സംബന്ധിച്ച്, അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊന്നും നമുക്കൊരു വ്യക്തതയും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയാൽ മതിയാകില്ല. അവിടെ ഇടപെടേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശത്ത് ഇതിനിടപെടാൻ മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് അമാന്തമുണ്ടായി, വീഴ്ചയുണ്ടായി, വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമാണെന്ന് പറയുന്നെങ്കിൽ ആ രാഷ്ട്രീയം ഞാൻ പറയും. ആ രാഷ്ട്രീയം പറയുന്നത് ആ തീരദേശ മേഖലയിലെ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയാണ്.
എൻ്റെ പ്രദേശത്തെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ ശ്രീ ചാൾസ് ജോർജിനോട് മറുപടിയായിട്ടല്ല ഈ പറയുന്നത്. എന്നെ കേൾക്കുന്ന CPM-ൻ്റെ പ്രതിനിധിക്കും പറയാതെ പറഞ്ഞു പോയ ശ്രീ ആഞ്ചലോസിനും വേണ്ടിയാണ്. ആ രാഷ്ട്രീയം ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. പറഞ്ഞേ പോകാൻ പറ്റൂ. ഇടപെടേണ്ടത് പിന്നെ MLA ഒറ്റ കാര്യം കൂടി. ഇങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അഭിലാഷെ നമ്മുടെ MP-മാരുടെ കോൺഫറൻസ് വിളിച്ചു ചേർത്തല്ലോ. ആ MP-മാരുടെ കോൺഫറൻസിൽ പല കാര്യങ്ങളും ഈ സംസ്ഥാനത്ത് നിന്ന് എന്തൊക്കെയാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങളെന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും നോട്ട് കൊടുക്കാറുണ്ടല്ലോ. ആ നോട്ടിൽ എവിടെയെങ്കിലും ഈ തീരദേശത്തെ അല്ലെങ്കിൽ ഈ കടൽ മണ്ണഖനനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പാർലമെന്റിൽ ഉന്നയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ചില സംശയങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്നത്. ഞാനിപ്പോൾ അതിന്റെ കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് നമ്മുടെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ മത്സ്യസമ്പത്തും തീരവും അതുപോലെ തന്നെ ഓഫ് ഷോറും ഒക്കെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. അതില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുക അസാധ്യമാണ്, പാടില്ല. അതിനെ എന്ത് വില കൊടുത്തും എതിർക്കേണ്ടതായിട്ടുണ്ട്.